ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരെയും ഞാൻ മോർണിംഗ് മെഡിറ്റേഷനിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഉദ്ദേശിക്കുന്ന മെഡിറ്റേഷന് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ്, നന്ദി പറയുന്ന മനസ്സ് ഉണ്ടാക്കിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം. ഈ നന്ദി പറയുന്ന മനസ്സ്, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ നമ്മൾ എത്രയോ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നന്ദി പറയുന്ന ഒരു മനസ്സ് ഈ വിഷയം കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്താണ് ഇതുവരെ ഉണ്ടായ അനുഭവങ്ങൾ ഒന്ന് പറഞ്ഞു തരും. എന്താണ് നന്ദി പറയുന്ന മനസ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഒരു മനസ്സുണ്ടാക്കിയെടുക്കുന്നതിലൂടെ നമുക്ക് വല്ല ടെൻഷനും നമ്മുടെ മാനസികാവസ്ഥയിലും മാറ്റം വരാൻ സാധിക്കുന്നുണ്ടോ എന്നതൊക്കെ നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ഏത് വിഷയമാണ് നന്നായി ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും കാലം നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്തതിലൂടെ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? ഈ നന്ദി പറയുന്ന മനസ്സ് നമ്മളിപ്പോ എത്രയോ ഓരോ വിശ്വാസികളും അവനവന്റെ വിശ്വാസത്തിനനുസരിച്ച് നമ്മളെ സൃഷ്ടിച്ച ആ ശക്തിയോട്, ദൈവത്തോട്, അള്ളാഹിനോട് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു ആശയം എത്രത്തോളം പ്രാധാന്യമുണ്ട്, നന്ദി പറയുന്ന ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മളെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റും. ഒരാള് മെസ്സേജ് ഇട്ടിട്ട് നല്ല മാറ്റമുണ്ട് എന്നുള്ളത്, എത്രത്തോളം മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് വല്ല അനുഭവം ഉണ്ടോ ഇത്രയും ക്ലാസ്സുകൾ കേട്ടതിലൂടെ? ആരെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ എന്താണ് നന്ദി പറയുന്ന മനസ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും. നമ്മളൊക്കെ ആരാധനകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയിലും അമ്പലത്തിലും പോയി, അല്ലെങ്കിൽ ഓരോ വിശ്വാസികൾക്കും അനുശാസിക്കുന്ന, ഓരോ വിശ്വാസികളും ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളുണ്ട്. അതിനെ തുടർന്ന് നമ്മൾ നമ്മുടെ ദൈവത്തിന് നന്ദി പറയാറില്ലേ എന്നൊക്കെ നിങ്ങളെ മനസ്സിൽ ചിന്ത വരാൻ മതി, അല്ലെ? ഈ നന്ദി പറയുന്ന ഒരു മനസ്സ് ഉണ്ടാവുന്നതിലൂടെ ഇതുവരെയുള്ള, ഇപ്പൊ ഞാൻ പല ക്ലാസ്സുകളിലും ഞാൻ ചോദിക്കാറുണ്ട്, ഇതുവരെ ക്ലാസ് എടുത്തതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ്? ചില ആളുകൾ പലരും പലതുമാണ് പറയല്. അധിക ആളുകളും പറയുന്നത് നന്ദി പറയുന്ന മനസ്സിനെ. അങ്ങനെയുള്ളൊരു മനസ്സ് നമ്മളെ ഉള്ളിൽ ഉണ്ടാവാൻ തുടങ്ങിയപ്പോ ജീവിതത്തിൽ തന്നെ മാറ്റം വരുന്നുണ്ട് എന്നാണ് പറയാറ്. കാരണം ഇത്രയും കാലം ഇതുപോലെ ദൈവത്തെ സ്തുതിച്ചതുപോലെയല്ല, നമ്മുടെ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് ഫീലിങ്സോട് കൂടി നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ നന്നായി മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് എന്ന്, ഒരു നല്ല മാറ്റമുണ്ട്. റബ്ബിന്റെ അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നു, അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയുന്നു. അപ്പോ എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും അതിന് ജാതിയോ മതമോ ഒന്നും ഇല്ല. എല്ലാവരും ഒരു ശക്തിയുടെ തീരുമാനപ്രകാരമാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. ആ ശക്തി, ആ സൃഷ്ടാവ് ഈ പ്രകൃതിയിലേക്ക് വിടുമ്പോ നമ്മളെ എല്ലാം ഒരുക്കി പാകപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത്. നമ്മളാരും ഇവിടെ വന്ന് ആകാശം ഉണ്ടാക്കാൻ പോയിട്ടില്ല, ഭൂമി ഉണ്ടാക്കാൻ പോയിട്ടില്ല. സൃഷ്ടാവ് തന്നതിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയും വൈരാഗ്യവും ഉണ്ടായിക്കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അധിക വ്യക്തികളും ശ്രമിക്കാറ്. വിട്ടുവീഴ്ചയും സ്നേഹവും സഹകരണവും ഒക്കെ ഉണ്ടാവുന്നതിന് പകരം സ്വത്തിന്റെ പേരിലും മറ്റുള്ളവർക്ക് കൊടുത്തതിന്റെയൊക്കെ പേരിൽ വാശിയും വൈരാഗ്യവും ഒക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നതാണ് സാധാരണ കാണുന്നത്. എന്നാൽ നമ്മൾ എല്ലാം ഒരുക്കപ്പെട്ട വായുവൊന്നും, നമ്മൾ ശ്വസിക്കുന്ന ഈ വായുവിനൊന്നും നമ്മൾ ഒരു ദിവസം പോലും, ഒരു സെക്കൻഡ് പോലും നമ്മൾ ശ്വസിക്കാൻ പ്രയാസം അനുഭവിച്ചിട്ടില്ല. ഇങ്ങനെ എല്ലാ ബ്ലെസ്സിങ്സും എല്ലാ അനുഗ്രഹങ്ങളും തന്നുകൊണ്ട് നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടു. പക്ഷെ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും, ഏത് രൂപത്തിൽ ജീവിക്കണമെങ്കിലും ജീവിക്കുവാനുള്ള വിശേഷ ബുദ്ധിയും ചിന്താശേഷിയും നൽകിക്കൊണ്ടും നമ്മളെ സൃഷ്ടാവ് ആ അനുഗ്രഹവും നമുക്ക് തന്നു. പക്ഷെ അതൊക്കെ നമ്മൾ
നമുക്ക് ദോഷം വരുന്ന രൂപത്തിൽ, അതായത് സമ്പത്തില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ എനിക്ക് പണമില്ലല്ലോ, എനിക്ക് പണം ഉണ്ടാക്കാൻ കഴിയുന്നില്ലല്ലോ തുടങ്ങിയ ചിന്തകൾ കൊടുത്തുകൊണ്ട്, രോഗമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് എപ്പോഴും രോഗമാണല്ലോ, എത്ര ടെസ്റ്റ് നടത്തിയിട്ടും ഒരുപാട് മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ലല്ലോ എന്നിങ്ങനെയുള്ള ചിന്തകൾ കൊടുത്തുകൊണ്ട്, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ രോഗത്തെ സംബന്ധിച്ചൊക്കെ പറയാൻ നമുക്ക് ഹീലിംഗ് പവർ, സ്വയം സുഖപ്പെടുത്താനുള്ള ശേഷി, കഴിവ് തന്നുകൊണ്ടാണ് സൃഷ്ടാവ് നമ്മളെ വിട്ടത്. അതുപോലെ പണം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ നമ്മുടെ പുറത്തും ഉണ്ടാവും. ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും തന്നു വിട്ടിട്ടും ഇതൊന്നും കണ്ടെത്താതെ, ഇതിനൊന്നും നമ്മൾ നന്ദി പറയാൻ ശ്രമിക്കാതെ, പരാതികളും പരിഭവങ്ങളുമായിക്കൊണ്ട് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അത് മാത്രമാണ് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ട് വന്നു ഭവിക്കുന്നത്. ഒരുപാട് സ്ഥലത്ത് ഖുർആനിലും ബൈബിളിലും ഭഗവത്ഗീതയിലും ഒക്കെ നന്ദിയുള്ള മനസ്സിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ, ഉള്ളതിന് നന്ദി പറയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിക്കും. ഉള്ളതിന് നന്ദി പറയാത്തവരാണെങ്കിൽ ഉള്ളതും നഷ്ടപ്പെടും. എത്രയോ പണക്കാരായ ആളുകൾ പാവപ്പെട്ട അവസ്ഥയിലേക്ക് പോകുവാനുള്ള ഒരു കാരണം ഇതാണ്. ഉള്ള സമയത്ത് നന്ദി പറയാൻ ശ്രമിക്കാതെ, ഈഗോ, അഹങ്കാരം കാണിച്ചുകൊണ്ട്, ഞാനൊരു പണക്കാരനാണെന്നുള്ള ജാള്യതയോട് കൂടി നാലാളുകളുടെ മുമ്പിൽ എനിക്ക് പണമുണ്ട് എന്ന് തെളിയിക്കാനുള്ള എല്ലാ സാധ്യതകളും നടത്തിക്കൊണ്ട് ഉള്ളതിന് നന്ദി പറയാൻ ശ്രമിക്കാതെ, അപ്പോൾ സൃഷ്ടാവ് നമുക്ക് നൽകിയത് തിരിച്ചിടും. അതുപോലെ എല്ലാ സംഗതിയും അങ്ങനെ തന്നെ. ഹെൽത്ത്, ആരോഗ്യം ഉള്ള സമയത്ത്, നമ്മൾ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിച്ചൊരു സമയം നമ്മളെ ലൈഫിലുണ്ട്. ആ സമയത്ത് ഇങ്ങനെ എനിക്ക് നടക്കാൻ പറ്റിയല്ലോ, എനിക്ക് ഇത്രയും അനുഗ്രഹപൂർണമായിട്ടുള്ള ആരോഗ്യം തന്നതിന് ആത്മാർത്ഥമായി ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് ഫീലിങ്സോട് കൂടി നന്ദി പറയാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് രോഗങ്ങൾ, ഉള്ളിലുള്ള രോഗപ്രതിരോധ ശേഷി വർക്ക് ചെയ്യാതെ, പേടി കാരണം നമുക്ക് എപ്പോഴും ചിന്ത നമ്മൾ രോഗത്തെ തൊട്ട് കൊടുക്കുന്നത് കൊണ്ട്, എനിക്ക് ഷുഗർ ഉണ്ടാവോ, എനിക്ക് പ്രഷർ ഉണ്ടാവോ, കൊളസ്ട്രോൾ ഉണ്ടാവോ, അല്ലെങ്കിൽ മാരകമായ വല്ല രോഗവും എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ടോ എന്നിങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൊടുത്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഈ പ്രതിരോധ ശേഷിയെ നശിപ്പിച്ച് ഒരുപാട് രോഗങ്ങൾ ഏറ്റിക്കൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോ ഒരുപാട് വചനങ്ങള് വേദഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. നിങ്ങൾ അല്പം മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും എന്ന് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലയോ എന്ന് ഒരുപാട് സ്ഥലത്ത് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ്, നന്ദി പറയുന്ന ഒരു മനസ്സിനെ നമ്മൾ ഉണ്ടാക്കിയെടുത്താലുള്ള ഗുണങ്ങൾ എന്റെ ലൈഫിൽ എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഇതിൽ നിങ്ങളോട് പറയുന്നത്. ഞാനും ഇതുപോലെ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ ജീവിച്ചിരുന്നു. ഇതേപോലെ പരാതികളും പരിഭവങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളും സാമ്പത്തിക പ്രയാസവും അനുഭവിച്ചുകൊണ്ട് എന്തിനാണ് എനിക്ക് ഈ ജന്മം തന്നത് എന്ന് ഒരുപാട് പ്രാവശ്യം സൃഷ്ടാവിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതേ വ്യക്തി ഇപ്പോ ഓരോ നിമിഷങ്ങൾക്കും, ഓരോ ജീവിക്കുവാൻ ഇത്രയും അനുഗ്രഹീത ജന്മം തന്നതിന് എന്റെ പാരൻസിനും എന്റെ സൃഷ്ടാവിനും നന്ദി പറഞ്ഞുകൊണ്ട് എത്രത്തോളമാണ് എന്റെ മനസ്സിൽ ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ പറ്റാത്തത് കൊണ്ട് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. പരാതികളുടെ കെട്ടുകൾ മാറ്റുമ്പോൾ, ഉള്ളതിന് നന്ദി പറയാൻ പഠിക്കുമ്പോൾ, ഫീലിങ്സോട് കൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റിക്കൊണ്ട് നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളാണ് പിന്നെ സംഭവിക്കുക. നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആവും, വിനയമുള്ള ഒരു മനസ്സാവും. നമുക്ക് പിന്നെ ആരോട് ദേഷ്യവും പകയും അസൂയയും അഹങ്കാരവും കുശുമ്പും ഒന്നും ഫീൽ ചെയ്യൂല. നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും. ആദ്യം നമുക്ക് നമ്മളോട് സ്നേഹം തോന്നും, അതുപോലെ നമ്മൾ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ പഠിക്കും. ഇങ്ങനെ അത്ഭുതകരമായിട്ടുള്ള മാറ്റം നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് ആഗ്രഹിക്കുന്നുവോ നമ്മൾ പോലും വിചാരിക്കാതെ നമ്മളെ ലൈഫിലേക്ക് വന്നു ചേരുന്ന ഒരവസ്ഥ. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഇത്രയും അനുഗ്രഹീതമായ ഒരു ജന്മം ലഭിച്ചിട്ടാണോ ഇത്രയും കാലം
ഒരുപാട് നിന്നോട് തന്നെ, സൃഷ്ടാവിനോട് തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ ജീവിച്ചത്. അപ്പൊ നമുക്ക് വല്ലാതെ നമ്മൾക്ക് സോറി പറയാനുള്ള ഒരു മനസ്സ് അവിടെ ഉണ്ടായിത്തീരും. ഇത്രയും നെഗറ്റീവ് ചിന്തകൾ കൊണ്ടു നടന്നതിന് ആത്മാർത്ഥമായി ആ പ്രപഞ്ച സൃഷ്ടാവിനോട് നമ്മൾ സോറി പറയും. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, ഐ താങ്ക് യു. നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ ശാരീരികമായിട്ടും നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അങ്ങനെയാണ് നമ്മുടെയൊക്കെ സൃഷ്ടിപ്പ്. പക്ഷേ നമ്മൾ ജീവിച്ച ചുറ്റുപാടിൽ നിന്നും, നമ്മുടെ പാരൻസിൽ നിന്നും, ഫ്രണ്ട്സിൽ നിന്നും, മറ്റു സാഹചര്യങ്ങളിൽ നിന്നുമെല്ലാം നമ്മൾ മനസ്സിലാക്കിയത് പരാതികൾ, പണമില്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, സമ്പത്തില്ല, അല്ലെങ്കിൽ ആരും എന്നെ സ്നേഹിക്കുന്നില്ല തുടങ്ങിയ പരാതികൾ പറയാൻ മാത്രം. ഇത് മനസ്സിലിട്ട് കൊണ്ടു നടന്ന് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ അടങ്ങിയ ഒരു ലൈഫിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ട് സന്തോഷം നഷ്ടപ്പെട്ട, സമാധാനം നഷ്ടപ്പെട്ട, ആരോഗ്യം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ നമ്മൾ ജീവിക്കുകയാണ്. ഈ ഒരു നന്ദി പറയുന്ന മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരു വേദനയോ ഒരു പ്രശ്നമോ നമുക്കുണ്ടാവില്ല. ഈ രണ്ട് അവസ്ഥയും അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ട് ഒരു വേദനയും ഒരു പ്രശ്നവും ഇല്ലാതെ എന്റെ ലൈഫിനെ മുന്നോട്ട് നീക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അതിന് നമ്മൾ നിർബന്ധമായും നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് നന്ദി പറയുന്ന മനസ്സ്. ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പണം നമ്മളിലേക്ക് ഒഴുകും, ആരോഗ്യം നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും, മറ്റുള്ളവരുടെ സ്നേഹം നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയും, പ്രശ്നങ്ങളില്ലാത്ത, ടെൻഷൻ ഇല്ലാത്ത, അസ്വസ്ഥതയില്ലാത്ത ഒരു ജീവിതമാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കുക. അതുകൊണ്ട് എല്ലാവരും ഇതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം ജീവിതത്തെ തിരിച്ചു പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അനുഗ്രഹപൂർണമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ മെഡിറ്റേഷനിലേക്ക് ഞാൻ ആരംഭിക്കുകയാണ്. ഇന്നത്തെ മെഡിറ്റേഷൻ ആരംഭിക്കുകയാണ്. എല്ലാവരും സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക, നട്ടെല്ല് നിവർത്തി, കാലുകൾ തറയിൽ തട്ടിച്ച്, കൈകൾ മുദ്ര തെറാപ്പിയിൽ, അതായത് രണ്ട് വിരലുകൾ തള്ളവിരലും ചൂണ്ടുവിരലും ടച്ച് ചെയ്തുകൊണ്ട് മടിയിൽ വെക്കുക. എന്നിട്ട് ശ്വാസത്തിൽ മാത്രം നിരീക്ഷിക്കുക. ആദ്യം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് ശേഷം നമുക്ക് ബ്രീത്ത് എക്സസൈസിലേക്ക് പോവാം. ആത്മവിശ്വാസത്തോടെ, പുഞ്ചിരിയോടെ, സൽസ്വഭാവത്തോടെ, ആത്മാഭിമാനത്തോടെ, സമ്പത്തോടെ, അന്തസ്സോടെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ, ഐശ്വര്യത്തോടെ, എല്ലാ നന്മകളോടെയും എല്ലാ അനുഗ്രഹത്തോടെയും ഞാൻ ഇപ്പോൾ ജീവിക്കുന്നു. ഇങ്ങനെ ജീവിക്കുവാനുള്ള അവസരം നൽകി അനുഗ്രഹിച്ചതിന് എന്നെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ആ ശക്തിയോട് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. എന്റെ ജീവിതത്തിലെ സുരക്ഷിതത്വവും അംഗീകാരവും പരിഗണനയും സ്നേഹവും അഭിനന്ദിക്കലും എല്ലാം ഞാൻ അനുഭവിക്കുന്നു. ഇങ്ങനെ അനുഭവിക്കാൻ എനിക്ക് സാധിക്കുന്നതിന് എന്നെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ ശക്തിയോട് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ഇനി കണ്ണുകളടച്ച് ശ്വാസത്തിൽ മാത്രം നിരീക്ഷിച്ചുകൊണ്ട് ഈ ഒരു പ്രകാശ രൂപത്തിലുള്ള ഒരു എനർജി നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്കെടുക്കുക. എന്നിട്ട് സാവകാശം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എല്ലാ മാലിന്യങ്ങളും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതായി ചിന്തിക്കുക. അതുപോലെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ വായു പ്രവേശിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആന്തരാവയവങ്ങൾക്ക് വല്ല കേടും ഉണ്ടെങ്കിൽ അതെല്ലാം ഈ ശുദ്ധവായു, ഓക്സിജൻ കലർന്ന ഈ വായു ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തി അവിടെയുള്ള പ്രശ്നത്തെ സോൾവ് ആക്കുന്നതായി ചിന്ത കൊടുക്കുക. ഈ ചിന്തയോട് കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഇൻ, breathe out, breathe in, breathe out. ഈ വായുവിൽ മാത്രം
ശ്രദ്ധ കൊടുത്തുകൊണ്ട് എന്റെ ശരീരവും മനസ്സും റിലാക്സ് ആവുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. ഇനി നാവ് മേലെണ്ണാക്കിൽ തട്ടിച്ചുകൊണ്ട് നന്നായി ശ്വാസം സന്തോഷത്തോടു കൂടി നല്ലൊരു സമാധാനത്തോടു കൂടി ഉള്ളിലേക്ക് എടുക്കുക. ഒരു പ്രകാശപൂരിതമായിട്ടുള്ള ഒരു എനർജി എന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രസരിക്കുന്നു എന്ന ചിന്ത കൊടുത്തുകൊണ്ട് നന്നായി അടിവയറ്റിലെത്തുന്നത് വരെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് ഓരോ പ്രാവശ്യവും ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്താണോ നിങ്ങൾ ചിന്തകൾ കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയും, അതിനനുസരിച്ചുള്ള ചിന്തകൾ കൊടുക്കുക. നാവ് മേലെണ്ണാക്കിൽ തട്ടിച്ച് വായ ക്ലോസ് ചെയ്തുകൊണ്ട് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. പുറത്തേക്ക് വിടുമ്പോ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ വായ തുറന്നുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. ബ്രീത്ത് ഇൻ. ആന്തരാവയവങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിന് ഈ വായു ആവശ്യമാണെന്ന് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുമ്പോൾ ചിന്ത കൊടുക്കുക. ബ്രീത്ത് ഔട്ട്. സാവകാശം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എല്ലാ നെഗറ്റീവ് ചിന്തകളും, രോഗമുണ്ടാക്കുകയും സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നൽകുന്ന നെഗറ്റീവ് ചിന്തകൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ള ചിന്ത കൊടുക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ എല്ലാ വിഷമങ്ങളും, ഒരുപാട് വിഷമങ്ങൾ നമ്മൾ അറിയാതെ ഉള്ളിലുണ്ട്, അതെല്ലാം പുറത്തേക്ക് പോകുന്നു. ഈ വായു ഉള്ളിലേക്ക് എടുക്കുമ്പോഴല്ല പുറത്തേക്ക് പോകുന്നത്, ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു നേരിയ തണുപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നേരിയൊരു ചൂട്. അപ്പോൾ ആ ശ്വാസം എവിടെയോ തട്ടുന്നത് കൊണ്ടാണ് അത് അതുപോലെ പുറത്തേക്ക് വരുമ്പോൾ ചൂട് ഫീൽ ചെയ്യുന്നത്. ആ ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളും ഇതിന്റെ കൂടെ പുറത്തേക്ക് പോകുന്നു എന്നുള്ള ചിന്ത കൊടുക്കുക. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ എന്റെ ഭാവി എന്താണ് സംഭവിക്കുക എന്നുള്ളത് എനിക്ക് തന്നെ ശരിക്കറിയുകയില്ല. എല്ലാം അറിയുന്ന, എന്നെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ ശക്തിയിലേക്ക് ഞാൻ വരമേൽപ്പിക്കുന്നു. ആ ശക്തി എനിക്കെല്ലാം നന്മയിലൂടെ ഐശ്വര്യമുള്ളൊരവസ്ഥയിലേക്ക് എനിക്ക് നീക്കിത്തരും. ആ ശക്തിയിലേക്ക് നമ്മുടെ ജീവിതത്തെ അർപ്പിക്കുന്നു എന്നുള്ള ചിന്ത കൊടുക്കുക. നന്നായി അടിവയറ്റിലെത്തുന്നത് വരെ ശ്വാസം എടുക്കുക. സാവകാശം ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മളെ ചെറുപ്പത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മളെ ലൈഫിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ സമയത്ത് നമ്മളെ വളർത്തിയത്, നമുക്ക് കെയറിങ് തന്നത് നമ്മുടെ പേരൻസ് ആണ്. ഈ സ്വന്തം പേരൻസിനെയും അതുപോലെ നമ്മുടെ കൂടെ ജീവിക്കുന്ന തന്റെ ഇണയുടെ പേരൻസിനെയും മനസ്സിൽ കൊണ്ടുവന്ന് ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് കാരുണ്യം ലഭിക്കണമെന്ന് നമ്മൾ ചിന്ത കൊടുക്കുക. മരണപ്പെട്ടവരാണെങ്കിൽ ആത്മീയ മോക്ഷം ലഭിക്കണമെന്ന് നമ്മൾ ചിന്ത കൊടുക്കുക. ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. നന്നായി അടിവയറ്റിൽ എത്തുന്നത് വരെ ശ്വാസം റിലാക്സ് ആയിക്കൊണ്ട് ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്നും
വിജ്ഞാനത്തിന്റെ പ്രകാശങ്ങളിലേക്ക് നയിച്ച അധ്യാപകർ, ഗുരുക്കന്മാർ, ഇവരെ നമ്മളെ മനസ്സിൽ കൊണ്ടുവന്ന് അവർക്ക് അനുഗ്രഹം ലഭിക്കണമെന്ന്, അവരുടെ ടൈമാണ് നമുക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയത്, അതിന് അവർക്ക് അനുഗ്രഹം ലഭിക്കണമെന്ന ഒരു പ്രാർത്ഥന മനോഭാവം, പ്രാർത്ഥനയോട് കൂടിയുള്ള ഒരു ചിന്ത ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മൾ കൊടുക്കുക. ബ്രീത്ത് ഇൻ, നന്നായി അടിവയറ്റിൽ എത്തുന്നത് വരെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ അവരുടെ അറിവില്ലായ്മ കാരണം നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ട്, നമ്മളോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. ഇവർക്കൊക്കെ ഞാൻ നിരുപാധികം ക്ഷമിച്ച് പുറത്തു കൊടുക്കുന്നു. അന്ന് എന്നോട് അങ്ങനെ പെരുമാറിയതാണ് ഇന്ന് ഞാൻ ഇത്ര നല്ലൊരു അറിവിലേക്ക് എത്തിപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ അവർക്ക് നിരുപാധികം ക്ഷമിച്ചു കൊടുക്കുന്നു എന്ന ചിന്ത കൊടുക്കുക. ഒന്നുകൂടി. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിറവേറിയതായി, നടന്നതായി മനസ്സിൽ സങ്കല്പിച്ച് സന്തോഷിച്ചുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്. നമുക്ക് മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള ഈ ഭൂമിയിൽ ജനിക്കുവാനും ഇതുവരെ ആരോഗ്യത്തോടു കൂടി ജീവിക്കുവാനുമുള്ള അവസരം ലഭിച്ചതിന് ഞാൻ സൃഷ്ടാവിന് ആത്മാർത്ഥമായി നന്ദി പറയുന്നു. താങ്ക്സ് ടു ഗോഡ്. അതുപോലെ നമുക്ക് വിശേഷ ബുദ്ധി നൽകി നമുക്ക് എന്തും വേണമെങ്കിൽ അതിനനുസരിച്ച് അത് നേടുവാനും നല്ലൊരു അവസ്ഥയിൽ ജീവിക്കുവാനുമുള്ള അവസരം നൽകി അനുഗ്രഹിച്ചതിന് എന്റെ സൃഷ്ടാവിന് ഞാൻ ആത്മാർത്ഥമായ നന്ദി പറയുന്നു. താങ്ക്സ് ടു ഗോഡ്. ശ്വസിക്കുവാൻ വായുവും കുടിക്കുവാൻ വെള്ളവും എല്ലാം കാണുവാൻ വെളിച്ചവും നൽകി അനുഗ്രഹിച്ചതിന് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. എല്ലാം കാണുവാൻ കണ്ണും, കേൾക്കുവാൻ ചെവിയും, സംസാരിക്കുവാൻ വായയും, ഉദ്ദേശിക്കുന്നിടത്തെല്ലാം നടക്കുവാൻ 2 കാലുകളും, പ്രവർത്തിക്കുവാൻ 2 കൈകളും, ചിന്തിക്കുവാൻ ബുദ്ധിയും എല്ലാം നൽകി അനുഗ്രഹിച്ചതിന് ആ സൃഷ്ടാവിന് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. താങ്ക്സ് ടു ഗോഡ്. എന്റെ ജീവിതത്തെ ധന്യമാക്കുവാൻ ആവശ്യമായ എല്ലാം നൽകി അനുഗ്രഹിച്ചതിന് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. താങ്ക്സ് ടു ഗോഡ്. അതുപോലെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എന്റെ ആന്തരാവയവങ്ങൾ, ഒരു സെക്കൻഡ് പോലും പണി മുടക്കാതെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആന്തരാവയവങ്ങളുണ്ട്. ഇവയെല്ലാം ഒരു കേടും കൂടാതെ ഇതുവരെ പ്രവർത്തിച്ചതിന് ഇതിനുള്ള എല്ലാ ഗൈഡൻസും നൽകുന്ന എന്റെ സൃഷ്ടാവിന് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. എനിക്ക് നല്ല ചിന്തകൾ നൽകുവാനുള്ള ബുദ്ധിയും എല്ലാം മനസ്സിലാക്കുവാനുള്ള മനസ്സും ശരീരവും നല്ല സമാധാനവും സന്തോഷവും സുസ്ഥിതിയുമുള്ള ഒരു അവസ്ഥയിലേക്ക് എന്റെ ജീവിതം അനുദിനം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതിനും ഞാൻ ആത്മാർത്ഥമായ നന്ദി പറയുന്നു. താങ്ക്സ് ടു ഗോഡ്. വെയിലും മഴയും കൊള്ളാതെ ജീവിക്കുവാനുള്ള വീടും, എന്നെ സ്നേഹിക്കുവാനുള്ള മക്കളും, എനിക്ക് ആവശ്യങ്ങൾക്കനുസരിച്ച് കൈകാര്യം ചെയ്യുവാനുള്ള പണവും എല്ലാം നൽകി എന്നെ അനുഗ്രഹിച്ചതിന് ഞാൻ ആത്മാർത്ഥമായി ഫീലിങ്സോട് കൂടി ഞാൻ നന്ദി പറയുന്നു. ഇത്തരം അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടായിട്ടും ഇതിലേക്കൊന്നും എന്റെ ചിന്ത പോവാതെ എന്തെല്ലാം പോരായ്മകളുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്,
ആരെല്ലാം എന്നോട് മോശമായി പെരുമാറുന്നു, ആരെല്ലാം എന്നെ കുറ്റപ്പെടുത്തുന്നു തുടങ്ങിയ ആവശ്യമില്ലാത്തതിലേക്ക് ചിന്തകൾ കൊടുത്തുകൊണ്ട് എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളെ ഞാൻ ഉണ്ടാക്കിയെടുത്തതിന്, ഈ ചിന്തകളെ ഈ രൂപത്തിൽ വിനിയോഗിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ രൂപത്തിലുള്ള ജീവിതം നയിക്കേണ്ടി വന്നത്. എന്റെ അറിവില്ലായ്മ കാരണമാണ് ഇത്തരം നെഗറ്റീവിന് എന്റെ എനർജിയെ ഞാൻ നെഗറ്റീവ് ആകുവാൻ വിട്ടുകൊടുത്തു പോയത്. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി എന്റെ അറിവില്ലായ്മ കാരണം ഇത്തരം ചിന്തകൾ കൊണ്ടു നടന്നതിന് ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഐ താങ്ക് യു. എനിക്ക് ഈ രൂപത്തിൽ എന്റെ ജീവിതം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയും സാമ്പത്തിക പ്രയാസങ്ങളിലൂടെയും മനസ്സമാധാനമില്ലാത്ത അവസ്ഥയിലും ഞാൻ എന്റെ ജീവിതത്തെ ഞാൻ അറിയാതെ എത്തിച്ചുപോയി. ചിന്തകളാണ് ഇതിനെല്ലാം കാരണമെന്ന് എനിക്ക് മനസ്സിലായതെല്ലാം ഇപ്പോഴാണ്. എന്റെ അറിവില്ലായ്മ കാരണം നല്ലൊരു ജീവിതത്തെ, അനുഗ്രഹപൂർണമായിട്ടുള്ള ജീവിതത്തെ ആസ്വദിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ട എന്റെ ജീവിതത്തെ ഈ രൂപത്തിൽ നെഗറ്റീവ് ചിന്തകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണ്ടാതെ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ എന്റെ ഉള്ളിൽ കൊണ്ടു നടന്നു. ഈ ചിന്തകൾ ഒരു എനർജിയാണ് എന്ന് മനസ്സിലാക്കാതെ, ചിന്തകളിലൂടെ എല്ലാം നേടിയെടുക്കും എന്നുള്ള സത്യം ഉൾക്കൊള്ളാൻ കഴിയാതെ ഇത്തരം നെഗറ്റീവ് ചിന്തകൾ മാത്രം കൊണ്ടു നടന്ന് ടെൻഷനും സ്ട്രെസ്സും ഡിപ്രഷനുമായിക്കൊണ്ട് ഒരുപാട് രോഗങ്ങളുമായിക്കൊണ്ട് എന്റെ ജീവിതത്തെ ഇങ്ങനെ എത്തിച്ചതിന് ഞാൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായി സോറി പറയുന്നു. ഐ ആം റിയലി സോറി. പ്ലീസ് ഫോർഗീവ് മീ. നീ എനിക്ക് പുറത്തു തരണം നാഥ, നീ എന്നോട് ക്ഷമിക്കണം. അനുഗ്രഹീതമായിട്ടുള്ള ഒരു ജന്മത്തെയാണ്, ഒരു ജീവിതത്തെയാണ് ഞാൻ ഈ രൂപത്തിൽ തല്ലി തകർത്തു പോയത്. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. പ്ലീസ് ഫോർഗീവ് മീ. നീ തന്ന എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്റെ ജീവിതത്തെ, നീ തന്ന നന്മകളെ കണ്ടെത്താതെ ഉള്ള പ്രശ്നങ്ങൾ മാത്രം ഉള്ളിലിട്ട് കൊണ്ടു നടന്നതാണ് എന്റെ ജീവിതം ഈ രൂപത്തിലായത്. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി ഞാൻ ക്ഷമ ചോദിക്കുന്നു. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീയാണ് എനിക്ക് ഈ ജീവിതം തന്നത്. നീയാണ് എന്നെ തിരിച്ചെടുക്കുന്നതും. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി നിന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് യു. ഐ താങ്ക് യു. ഒരുപാട് 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 അനുഗ്രഹങ്ങൾ എന്റെ മുന്നിൽ ഉണ്ടായിട്ടും പ്രശ്നങ്ങളിൽ മാത്രം ഞാൻ ഫോക്കസ് ചെയ്തത് കൊണ്ടാണ് എന്റെ ജീവിതം ഈ രൂപത്തിലായത്. ഇനി എന്റെ ജീവിതത്തെ എനിക്ക് തിരിച്ചു പിടിക്കണം. എല്ലാം എനിക്ക് നേടുവാൻ ഈ ജീവിതത്തിൽ തന്നെ സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് ലഭിച്ചു. ഇനി എന്റെ മനസ്സിനെ ഞാൻ നിനക്ക് നന്ദി പറയുന്നതിലേക്കാണ് എന്റെ മനസ്സിനെ ഞാൻ കീഴ്പ്പെടുത്തുന്നത്. ഐ താങ്ക് യു. നീ തന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും എണ്ണി എണ്ണി ഞാൻ നന്ദി പറയുന്നു. അമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്. നീ തന്ന അനുഗ്രഹങ്ങളെ ഓരോന്നോരോന്ന് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് എന്റെ മനസ്സിനെ ഞാൻ പോസിറ്റീവാക്കി, എന്റെ മനസ്സിനെ വിനയമുള്ള മനസ്സാക്കി, എന്റെ മനസ്സിനെ സന്തോഷമുള്ള മനസ്സാക്കി ഞാൻ എന്റെ ജീവിതത്തിൽ എല്ലാം നേടും. തീർച്ചയായും എന്റെ പ്രശ്നങ്ങൾ ഇതോടുകൂടി സോൾവ് ആക്കപ്പെടും. അതുകൊണ്ട് ഞാൻ നീ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഫീലിങ്സോട് കൂടി എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് നീ തന്ന അനുഗ്രഹങ്ങൾ മുഴുവനും എന്റെ ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് ഞാൻ നിന്നോട് ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ഐ താങ്ക് യു. ഐ ആം സോറി. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയിട്ട്, ഇത്രയും എന്നെ നീ അനുഗ്രഹിച്ചിട്ട് ഇതൊന്നും കാണാതെ പണമില്ല, ആരോഗ്യമില്ല, സമ്പത്തില്ല, ഐശ്വര്യമില്ല എന്ന് ഒരുപാട് പ്രാവശ്യം ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ കുറ്റപ്പെടുത്തി എന്റെ ജീവിതത്തെ ഒന്നുമല്ലാത്തൊരു അവസ്ഥയിൽ, സംതൃപ്തിയില്ലാത്തൊരവസ്ഥയിൽ, നരകതുല്യമായ ഒരു അവസ്ഥയിലാണ് ഞാൻ എന്റെ ഈ അനുഗ്രഹീത ജീവിതത്തെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്റെ ജീവിതത്തെ തിരിച്ചു പിടിക്കണം. അതിനാണ് ഞാൻ നിന്നോട് ആത്മാർത്ഥമായി സോറി പറയുന്നത്. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. നീ എനിക്ക് ക്ഷമിച്ചു തരണം. നീ തന്ന അനുഗ്രഹത്തെ ചൂഷണം ചെയ്താണ് ഞാൻ എന്റെ ജീവിതത്തെ ദുരന്തങ്ങളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയത്. അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണം. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഞാൻ നിന്നെ ആത്മാർത്ഥമായി ഡിവൈൻ ലൈറ്റ് എന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട്, ദൈവികമായിട്ടുള്ള ചിന്തകൾ എന്റെ ഉള്ളിൽ കൊടുത്തുകൊണ്ട് ഞാൻ നിന്നിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. നീ എനിക്കെല്ലാം ശരിപ്പെടുത്തി തരും.
നിന്നിലാണ് എൻ്റെ പ്രതീക്ഷ, നീയാണ് എൻ്റെ എല്ലാം, എനിക്ക് നൽകിയത് നീയാണ്. എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ, നിന്റെ സ്നേഹം കണ്ടെത്താതെ ഞാൻ ഈ രൂപത്തിൽ ജീവിച്ചു പോയതിന് ഞാൻ വീണ്ടും സോറി പറയുകയാണ്. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. നീ എനിക്ക് ക്ഷമിച്ചു തരണം, നീ എന്നോട് പുറത്തു തരണം. ഐ ലവ് യു. ഞാൻ നിന്നെ, നീ എന്ന ശക്തിയെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. എന്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്, ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. നീ എനിക്കെല്ലാം ശരിപ്പെടുത്തി തരാനുള്ള എല്ലാ സാധ്യതകളും എന്റെ മുന്നിലുണ്ട്. നീയാണ് എനിക്ക് ഈ ജന്മം നൽകിയത്, നീയാണ് എന്നെ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചെടുക്കുന്നതും, നിന്നിലേക്കാണ് എനിക്ക് മടങ്ങാനുള്ളത്. അതുകൊണ്ട് ആത്മാർത്ഥമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് യു, ഐ താങ്ക് യു. നീ തന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു, ഐ താങ്ക് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു, ഐ താങ്ക് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു, ഐ താങ്ക് യു. ഇതുപോലെ അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്നും വിജ്ഞാനത്തിന്റെ പ്രകാശത്തിൽ എന്നെ ഉയർത്തിയതിന്, ഒരു നല്ലൊരു ഡിവൈൻ ലൈറ്റ്, ഒരു പൂരിതമായിട്ടുള്ള ഒരു അവസ്ഥ എന്റെ മനസ്സിലേക്ക് നിറച്ചതിന് ഞാൻ ആത്മാർത്ഥമായി നിന്നോട് നന്ദി പറയുന്നു. താങ്ക്സ് ടു ഗോഡ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, breathe out, breathe in, breathe out. ഇനി കൈകൾ രണ്ടും നന്നായി വാമപ്പ് ചെയ്യാം. ചൂടാവുന്നത് വരെ, ശരിക്ക് നന്നായി ചൂടാവുന്നത് വരെ രണ്ട് കൈകളും ഉരസിയതിനു ശേഷം രണ്ട് കണ്ണുകളിലേക്കും അതുപോലെ മുഖത്തും തടവിക്കൊണ്ട് ശരീരത്തിലൊക്കെ തടവും. ഓക്കെ, അതെന്താ ഫീൽ ചെയ്തത് എന്നൊന്ന് പറയാം. ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡിന്റെ എത്രത്തോളം നമ്മൾ നിലനിർത്തണം എന്നുള്ള ഒരു ആവശ്യകത ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനെ നമുക്ക് മാറ്റാൻ പറ്റും. മ്യൂട്ടാണ് അല്ലേ? ഓക്കെ. താങ്ക് യു, വെൽക്കം. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്താ അഭിപ്രായം ഉണ്ടോ? സമയം ഓവറായി. എന്താണ് ഫീൽ ചെയ്തത് അതുകൂടി ഒന്ന് പറഞ്ഞാല്. നല്ലൊരു സമാധാനം, സന്തോഷം ഫീൽ ചെയ്തു. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെന്തോ പറയാനുണ്ടോ? സമയം ലേറ്റ് ആയി, 6:30. ഞാൻ ഓഫ് ആക്കട്ടെ എന്നാല്. ഓക്കെ ഓക്കെ.